നമസ്കാരം. ട്രഡീഷണൽ കാഞ്ചീപുരം സിൽക്ക് സാരീസിൻ്റെ കളക്ഷൻ ഒന്ന് കാണാം. നമ്മൾ ഇന്നിപ്പോൾ എടുത്തിരിക്കുന്നത് എല്ലാവരുടെയും ഫേവററ്റ് ആയിട്ടുള്ളൊരു കളർ കോമ്പിനേഷനാണ്. മജന്ത ആൻഡ് ഗ്രീൻ ഷെയ്ഡ്സ് ആണ് നമ്മൾ ഇന്ന് ചൂസ് ചെയ്തിരിക്കുന്ന സാരീസിലെല്ലാം തന്നെ കോമൺ ആയിട്ട് വന്നിട്ടുള്ളത്. പക്ഷേ ഒരു അട്രാക്റ്റീവ് ആയിട്ട് നമ്മൾ 3 റേഞ്ചിലാണ് അത് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ആ ഒരു സ്റ്റഫിൻ്റെ ഡിഫറൻസും മോട്ടീവ്സിൻ്റെ ഡിഫറൻസും എല്ലാം നമുക്ക് കാണാം. സോ ആദ്യം തന്നെ ഞാൻ ആദ്യത്തെ സാരി നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കിയാൽ ഇതാണ് നമ്മുടെ ഫസ്റ്റ് സാരി വരുന്നത്. ബോഡി ഫുള്ള് മജന്ത ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത്. സോ ഇതിനകത്ത് പ്ലെയിൻ ആയിട്ടല്ല, ഫുൾ മോട്ടീവ്സ്, ചെറിയ മോട്ടീവ്സിൻ്റെ ഒരു സ്പ്രെഡിങ് തന്നെ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ നല്ലൊരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ബോർഡർ പാറ്റേൺ ആണ്. ചെറിയ വീവ്സിൽ വന്നിട്ടുള്ള ഒരു ജാൽ ബോർഡർ പാറ്റേൺ ആണ് നമുക്കിവിടെ കൊടുത്തിട്ടുള്ളത്. അതേ വീതിയിൽ തന്നെ നമുക്ക് 2 സൈഡിലും ബോർഡേഴ്സ് അവൈലബിൾ ആയിട്ടുണ്ട്. ഈ സാരിയുടെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ ഈ ഒരു പല്ലു തന്നെയാണ്. നമ്മളെപ്പോഴും കാണാത്ത കൈൻഡ് ഓഫ് പല്ലുവാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. നമ്മുടെ ബോഡിയിൽ വന്നിട്ടുള്ള ഈ ചെറിയ മോട്ടിഫില്ലേ അതിൻ്റെ തന്നെ ഒരു വലിയ പാറ്റേൺ ആയിട്ടാണ് നമ്മൾ പല്ലു സെറ്റ് ചെയ്തിട്ടുള്ളത്. അത് നല്ലൊരു രാമ ഗ്രീൻ ഷെയ്ഡിലുമാണ്. പിന്നെ അതിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നോക്കി ബോർഡേഴ്സിൽ കൊടുത്തിട്ടുള്ള ഈ ഒരു ഗ്രീനും നമ്മുടെ പല്ലുവിൽ യൂസ് ചെയ്തിട്ടുള്ള ഗ്രീൻ ത്രെഡ്സും തമ്മിലൊരു ചെറിയ ഡിഫറൻസ് ഉണ്ട്. സോ ഈ മൾട്ടി ഷെയ്ഡ്സ് എല്ലാം നല്ല ബ്യൂട്ടിഫുൾ ആക്കുന്നുണ്ട് ഈ ഒരു സാരി. ആൻഡ് ഇതാണ് നമ്മുടെ ബ്ലൗസ് പീസ് വരുന്നത്. അതും ഫുള്ളി ഇതുപോലെ തന്നെ മോട്ടീവ്സ് കൊടുത്തിട്ടുള്ള ബ്ലൗസ് പീസാണ്. ഈ രാമ ഗ്രീൻ കോമ്പിനേഷനാണ്. സോ ഞാൻ പറയാൻ വന്ന ഈ ഒരു കോമ്പിനേഷൻ്റെ ഹൈലൈറ്റ് ആണ് ഈ ഒരു മജന്ത ആൻഡ് ഗ്രീൻ കോമ്പിനേഷൻ. നല്ല ഒരു ട്രഡീഷണൽ ലുക്ക് തരുന്ന ഒരു കോമ്പിനേഷനാണ്. നമുക്ക് ആക്സസറീസ് ഒക്കെ യൂസ് ചെയ്യുമ്പോഴേ ജുംകാസും അതുപോലെ ട്രഡീഷണൽ ചെട്ടിനാട് ജ്വല്ലറി ഒക്കെ യൂസ് ചെയ്യുമ്പോഴത്തേക്ക് നല്ല ഭംഗിയായിരിക്കും കാണാൻ. സോ ഇതാണ് നമ്മുടെ ഫസ്റ്റ് സാരി വരുന്നത്. ഇതിൻ്റെ സ്റ്റഫിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് ഫ്ലോയി അല്ല, എന്നാൽ അധികം സ്റ്റിഫും അല്ലാത്ത നമുക്ക് മാനേജബിൾ ആയിട്ടുള്ള കൈൻഡ് ഓഫ് സാരിയാണ്. ആൻഡ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് 1800 റേഞ്ചിലാണ്. 1800 എന്നുള്ള റേഞ്ചിലാണ് ഈ ഒരു സാരി അവൈലബിൾ ആവുന്നത്. നമുക്കിനി അതിൻ്റെ അടുത്ത കോമ്പിനേഷനും അടുത്ത റേഞ്ചും കാണാം. അടുത്ത നമുക്കൊരു 2000 റേഞ്ചിലുള്ള സാരി കാണാം. ഇതിൻ്റെ റേറ്റ് വരുന്നത് 2980 ആണ്. 2980 റുപ്പീസിൽ വരുമ്പോഴത്തേക്കും നമ്മുടെ സാരിയുടെ സ്റ്റഫിന് തന്നെ നല്ലൊരു ഡിഫറൻസ് ഉണ്ട്. നല്ല ഫ്ലോയി ആയിട്ടുള്ള കാഞ്ചീപുരം സിൽക്ക് സാരിയുടെ സെക്ഷനിലാണ് ഇത് വരുന്നത്. ആൻഡ് ഇതിൻ്റെ സ്ട്രൈപ്സ് കണ്ടോ, ഈ ഒരു മോട്ടീവ്സ് അതായത് വീവ്സ് നല്ല ഡിഫറെൻ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഫുള്ളി ഇതുപോലൊരു സ്ട്രൈപ്ഡ് പാറ്റേൺ ആയിട്ടാണ്, അതും നോർമൽ ലൈനായിട്ടല്ല, ഒരു പാറ്റേൺ ആയിട്ടാണ് നമ്മുടെ വീവ് പോയിരിക്കുന്നത്. ചെറിയ കസവ് ബോർഡറാണ് നമുക്ക് കൊടുത്തിട്ടുള്ളത്. ആൻഡ് ഇനി ഇതിൻ്റെ പല്ലു ഒന്ന് കാണാം. ഫേസിലെ ഡിസൈനും പ്ലസ് മോട്ടീഫും കൂടെ വരുന്ന രീതിയിലാണ് ഇതിൻ്റെ പല്ലു സെറ്റ് ചെയ്തിട്ടുള്ളത്. ഫുള്ളി സെറി വീവ്ഡ് ആയിട്ടുള്ള പല്ലുവാണ്. ഇതുപോലൊരു ഡിഫറെൻറ്റ് ലുക്കാണ് പല്ലുവിന് വന്നിട്ടുള്ളത്. ആൻഡ് ഇതാണ് നമ്മുടെ ബ്ലൗസ് പീസ് വരുന്നത്. പ്ലെയിൻ ആയിട്ടുള്ള കോൺട്രാസ്റ്റ് ബ്ലൗസ് പീസ് വിത്ത് സെറി ബോർഡേഴ്സ് ആണ്. സോ ഇത് നമുക്ക് വർക്കൊക്കെ ചെയ്യാനുള്ള ഒരു ഓപ്ഷനും കൂടെ അവൈലബിൾ ആയിട്ടുണ്ട്. ഇത് കുറേ കൂടെ സ്മൂത്തായിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു സാരിയാണ്. അതായത് നല്ല ഒതുങ്ങി കിടക്കുന്ന, ബോഡിയായിട്ട് നല്ല ഷേപ്പിൽ ഒതുങ്ങി കിടക്കുന്ന കൈൻഡ് ഓഫ് സ്റ്റഫാണ് നമ്മുടെ ഈ ഒരു സാരിയിൽ അവൈലബിൾ ആയിട്ടുള്ളത്. നമ്മുടെ നെക്സ്റ്റ് സാരി വരുന്നത് പ്യോർ കാഞ്ചീപുരം സിൽക്ക് സാരിയിൽ വന്നിട്ടുള്ള അതേ കോൺസെപ്റ്റ് തന്നെയുള്ള, അതേ കോമ്പിനേഷനിൽ തന്നെയുള്ള മറ്റൊരു സാരിയാണ്. സോ ഇതിൻ്റെ പ്രൈസ് റേഞ്ച് വരുന്നത് 4000 റേഞ്ചിൽ വരുന്നതാണ്. അപ്പോൾ നമുക്ക് ഇതൊന്ന് കണ്ടു നോക്കാം. ഈ സാരിയിൽ വളരെ സ്മൂത്ത് ടെക്സ്ചർ ആയിട്ടുള്ള സോഫ്റ്റ് സിൽക്കാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ആൻഡ് ഇതുപോലത്തെ ഗോൾഡൻ ജെറി മോട്ടീവ്സ് ബോഡി ത്രൂ ഔട്ട് സ്പ്രെഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ഒരു കൈൻഡ് ഓഫ് ബോർഡറാണ്. ഒരു ജെറി ബോർഡർ കഴിഞ്ഞിട്ട് നമുക്കിത് ഈ ഒരു കോമ്പിനേഷൻ്റെ ആ ഒരു മജന്ത കളറും അവൈലബിൾ ആയിട്ടുണ്ട്. ഇതിൻ്റെ പല്ലു വരുമ്പോഴത്തേക്കും നമുക്കൊരു പീച്ച് ഷെയ്ഡിലാണ് പല്ലു ആൻഡ് മോട്ടീവ്സ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഫുൾ ഫ്ലോറൽ ഡിസൈൻ ആയിട്ടല്ല, ജോമെട്രിക് ഡിസൈൻസും ഈ വീവിൽ യൂസ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അപ്പുറ സൈഡിലുള്ള ഈ ഒരു ബോർഡറാണ്. നല്ല ഭംഗിയുള്ളൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു മോട്ടീഫാണ് നമ്മൾ ഈ ഒരു ബോർഡറിൽ കൊടുത്തിട്ടുള്ളത്. ചെറിയ ബോർഡറാണ് മറു സൈഡിൽ വരുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ ബ്ലൗസ് പീസ് ഒന്ന് കണ്ടു നോക്കാം. വരുന്നത് റണ്ണിങ് ആയിട്ടുള്ള കോൺട്രാസ്റ്റ് ബ്ലൗസ് പീസാണ്. ഈ ഒരു പീച്ച് ഷെയ്ഡിലാണ്, അത് പല്ലുവിലുള്ള ആ ഒരു പീച്ച് ഷെയ്ഡാണ് നമുക്ക് ബ്ലൗസ് പീസും കൊടുത്തിട്ടുള്ളത്. സോ ഇതിൻ്റെ ഈ ഒരു ബോർഡേഴ്സിൽ കണ്ടു ഈ ഒരു സിക്സാഗ് സെറി വന്നിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ ഒരു പ്ലെയിൻ ആയിട്ടുള്ള മജന്ത ബോർഡറാണ് കൊടുത്തിട്ടുള്ളത്. സോ നമുക്ക് വേണമെങ്കിൽ ഈ പല്ലുവിലുള്ള സാരിയിലുള്ള പോലെ തന്നെ ഈ ഒരു മോട്ടീഫ് ഇവിടെ എംബ്രോയ്ഡറി വർക്ക് ചെയ്യുവാണെങ്കിലൊക്കെ നല്ല രസമായിരിക്കും കാണാൻ. പ്രത്യേകിച്ച് ഇതൊരു റെയർ ആയിട്ടുള്ളൊരു മോട്ടീഫ് കൂടെയാണ്. സോ നിങ്ങൾക്ക് ഇതിനകത്ത് ഏതെങ്കിലും ഒരു സാരി നിങ്ങളുടെ ബഡ്ജറ്റിന് ഇണങ്ങുന്ന രീതിയിൽ ഇഷ്ടപ്പെട്ട കോമ്പിനേഷനിൽ കിട്ടുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും താഴെയുള്ള വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയയ്ക്കുക. താങ്ക് യു സോ മച്ച്. സീ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.